പന്നിക്കോട് AUP സ്കൂളിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു വേറിട്ട ഈ കാഴ്ച. ഓലമേഞ്ഞ പുരയിൽ താമസിച്ചു പരിചയമില്ലാത്തവർക്ക് ഇങ്ങനെയെങ്കിലും ആ അനുഭവം കിട്ടുമല്ലോ എന്ന് സംഘാടകർ. മത്സരത്തിനായി മെടഞ്ഞ ഓലകൾ ഉപയോഗിച്ച് വാർഷിക പരിപാടികൾക്കുള്ള കൗണ്ടറുകളും മറ്റും നിർമ്മിക്കാമെന്ന ലാഭവുമുണ്ട്. പന്നിക്കോട് AUP സ്കൂളിൽ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കുറെ പരിപാടികൾ നടന്നു. ഇനി ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും PTA-കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓലമടച്ചിലാണ് ഇന്ന് നടന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. നമുക്കത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. PTA അംഗമായ ഗോപികയ്ക്കാണ് ഒന്നാം സമ്മാനം. കുട്ടിക്കാലത്ത് ഓലമേഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്ന തനിക്ക് മത്സരം ഗൃഹാതുരമായ ഓർമ്മകൾ സമ്മാനിച്ചുവെന്ന് ഗോപിക പറഞ്ഞു. അതെ, ചെറുപ്പം മുതൽ ഞാൻ ചെയ്തിരുന്നു. 4ാം ക്ലാസ് ആയിരുന്നു എന്റെ വീട് മേഞ്ഞ വീടായിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കിത് മുടയാനൊരു അവസരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. UP സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമടയിൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ 1ാം സ്ഥാനം കിട്ടില്ല, അതിലേറെ സന്തോഷമുണ്ട് എനിക്ക്. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ PTA അംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടെ 20ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓലമെടയാനൊന്നും അറിയില്ലെങ്കിലും ഈ വൈബ് അറിയാനുള്ള കൗതുകം കൊണ്ട് മത്സരത്തിൽ പങ്കെടുത്തവരുമുണ്ട്. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.